ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി, മധുര സ്നേഹ തരംഗിണിയായി. ഇത് ജാക്കി ചാനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ ഇത് ബ്രൂസ്ലിയെ കുറിച്ചുള്ളൊരു എപ്പിസോഡ് ആയി, ബ്രൂസ്ലിയെ കുറിച്ചുകൊണ്ട് കൂടിയുള്ള ഒരു എപ്പിസോഡായി തീരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതങ്ങനെയാകൂ എന്നുള്ളതാണ് ഞാനിത് പറയാൻ കാരണം. ഇതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാനൊരു ചെറിയൊരു കഥ പറയാം. ഒരിക്കൽ വിഖ്യാതനായിട്ടുള്ള ഒരു മുഗൾ ചക്രവർത്തി ഒരു ഒഴുക്കിലൂടെ നൗകയിൽ പോവുകയാണ്. ഒഴുക്കിലൂടെ നമ്മുടെ ജീവിതം പലപ്പോഴും ഒരു ഒഴുക്കാണ്, ഒരു തരംഗിണിയാണ്. അപ്പോൾ അതിലൂടെ പോവുകയാണ്. പോകുമ്പോൾ കൂടെ മകനുണ്ട്, മകൻ്റെ കൂടെ അകമ്പടിക്കാരുണ്ട്, ഇവരെല്ലാം ഈ നൗകകളിൽ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് മകൻ ഈ വലിയ നീരൊഴുക്കിൽ വീണു. നീരൊഴുക്കിൽ വീണപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു, കാരണം കുട്ടിക്ക് നീന്തൽ അറിയില്ല. അപ്പോൾ ഈ അകമ്പടിക്കാർ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ചാടട്ടെ, ചാടി നമ്മുടെ ഈ യുവരാജകുമാരനെ രക്ഷിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ചക്രവർത്തി നിർവികാരമായിട്ടിരിക്കുന്നത്, എന്താണ് അങ്ങനെ അദ്ദേഹം നിങ്ങളിങ്ങനെ ഇരിക്കുന്ന, തിരുമനസ് ഇങ്ങനെ ഇരിക്കുന്നത്, നമ്മുടെ രാജകുമാരനെ നമുക്ക് രക്ഷിക്കേണ്ടതില്ലേ, ഞങ്ങൾ ചാടുവാൻ പോകുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചക്രവർത്തി പറഞ്ഞു, പാടില്ല. അവൻ സ്വന്തം ഉള്ളിലെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം രക്ഷപ്പെടുത്തിക്കൊണ്ട് ഈ നൗകയിൽ വന്ന് കയറണം. കാരണം അവൻ നാളത്തെ ചക്രവർത്തിയോ രാജാവോ ആവാനുള്ള ആളാണ്. അങ്ങനെ അവന് സ്വയം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാലേ പ്രജകളെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിലേ അവന് ഒരു ശക്തനായ ഒരു രാജാവായിട്ട് സിംഹാസനത്തിൽ ഇരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിർവികാരനായിട്ടിരുന്നു. രാജകുമാരൻ എങ്ങനെയൊക്കെയോ നീന്തി ഈ നൗകയിൽ വന്ന് കയറി. ഇദ്ദേഹമാണ് പിന്നീട് ജഹാംഗീർ അല്ലെങ്കിൽ സലിം രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെട്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനെ എങ്ങനെ ജാക്കി ചാൻ്റെ കഥയുമായിട്ട് ബന്ധപ്പെടുത്താമെന്ന് ഞാൻ